ഹായ് സ്റ്റുഡൻസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു രണ്ട് ക്വസ്റ്റിന് എല്ലാവരും ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ ഇതിന്റെ മറുപടി പറയുന്നത്. ഫസ്റ്റ് തിങ്, ഇസ് റീവാലുവേഷൻ പോസിബിൾ? പി ടി എക്സാം എഴുതി റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് റീവാലുവേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? രണ്ട്, ടി ടിക്ക് ക്ലബിംഗ് അവൈലബിൾ ആണോ എന്നുള്ളത്. സോ ഫസ്റ്റ് തിങ്, പി ടിയിൽ നമുക്ക് റീവാലുവേഷൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. സോ നമുക്ക് ആക്ച്വലി റീവാലുവേഷൻ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ നമ്മൾക്കുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം കുട്ടികൾ റീവാലുവേഷൻ കൊടുത്തിട്ട് ഞാൻ ആരെല്ലാം അങ്ങനെ മാർക്കിന് വ്യത്യാസമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ റീസെന്റ് ഒരു സ്റ്റുഡന്റ് 2 ദിവസം മുമ്പ് ഒരു സ്റ്റുഡന്റ് റീവാലുവേഷന് കൊടുത്തതിന് ശേഷം സ്പീക്കിങ്ങിന് ഓൾമോസ്റ്റ് 10 മാർക്കോളം ആ കുട്ടിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്പീക്കിങ്ങിന് മാർക്ക് മാറുമ്പം അതനുസരിച്ചിട്ട് അത് കൂടുമ്പോഴത്തേനും അതനുസരിച്ചിട്ട് നമുക്ക് ലിസണിങ്ങിലും സ്കോർ കൂടുന്നതാണ്. അപ്പൊ ഇപ്പൊ നേരത്തെ മറ്റേ AI സ്കോറിംഗ് മാത്രമായിരുന്നല്ലോ. പക്ഷെ ഇപ്പം ഹ്യൂമൻ ഇവാലുവേഷനും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ വൺസ് റീവാലുവേഷൻ ഇങ്ങനെ കൊടുക്കുമ്പം അവര് ഒരു ഹ്യൂമൻ എക്സ്പേർട്ടും കൂടി ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ അതിപ്പോ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കാലം എനിക്ക് തോന്നുന്നൊരു 2 years ആയിട്ട് ഞാൻ പി ടി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ റീവാലുവേഷൻ കൊടുത്തിട്ട് ഒരു കുട്ടികൾക്കും റീവാലുവേഷൻ ചെയ്തിട്ട് മാർക്കിന് മാറ്റമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പൊ മാർക്കിന് മാറ്റം വരുന്നുണ്ട്. സോ റീവാലുവേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടല്ലോ. നമുക്ക് എക്സാം ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, പിയേഴ്സന്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, മൈ പി ടി, മൈ ആക്ടിവിറ്റി, സ്മാർട്ട് ട്രിപ്പ് ആൻഡ് ഹെൽപ്പ്. ഈ ഹെൽപ്പിന്റെ അകത്ത് യുവർ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ നോക്കുക, റീടേക്ക് ഓർ റിക്വസ്റ്റ് എ റീസ്കോർ എന്നുള്ളൊരു ഓപ്ഷൻ. ഓക്കെ, ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് റിക്വസ്റ്റ് എ മെഷീൻ റീസ്കോർ. ഇതിനകത്ത് ആക്ച്വലി ഒരു മെഷീൻ റീസ്കോർ എന്നാണ് അവർ പറയുന്നത്. നമ്മളുടെ റിസൾട്ടിൽ നമ്മൾ അൺഹാപ്പി ആണെങ്കിൽ നമുക്ക് ഒരു മെഷീൻ റീസ്കോറിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി 14 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ റീവാലുവേഷന് കൊടുക്കണം. നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ റീവാലുവേഷൻ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആർക്കും ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. നിങ്ങൾ തന്നെ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ചില കാര്യങ്ങൾക്ക് മാത്രമേ ഈ റീവാലുവേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അത് മെയിൻലി only spoken responses and open-ended written responses will be machine rescored. നമ്മുടെ സ്പീക്കിംഗ് വരുന്നതിൻ്റെ അകത്ത് നമുക്ക് റീവാലുവേഷൻ അവൈലബിൾ ആണ്. അതേപോലെ ഓപ്പൺ എൻഡഡ് റിട്ടേൺ റെസ്പോൺസസും, ഇത് രണ്ടുമാണ് നമുക്ക് റീവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാർക്കിന് മാറ്റം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. അല്ലാതെ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസർ, റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും റീവാലുവേഷനിൽ ഇവർ മെയിൻലി ചെയ്യുന്നത് സ്പീക്കിങ്ങിന്റെ ഈ ഒരു കാര്യം റൈറ്റിങ്ങിന്റെ ആണ്. സ്പീക്കിങ്ങിന്റെ മാർക്ക് മാറി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലിസണിങ്ങിന്റെ മാർക്കിന് മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് റീവാലുവേഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സാം ഫീസ് എത്രയാണോ അതിന്റെ ഓൾമോസ്റ്റ് അതിന്റെ അത്രയും തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു 75-80% തന്നെ നമുക്ക് റീവാലുവേഷൻ ചാർജ് ആകും. ഇൻ കേസ് നിങ്ങൾക്ക് റീവാലുവേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ മാർക്കിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു മാർക്കെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫുൾ എമൗണ്ട് അവർ റീഫണ്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫ്യൂ സ്കോർ ചേഞ്ചസ് ഇറ്റ് വിൽ റീപ്ലേസ്. പിന്നെ ഈ റീവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു റിസൾട്ട് വരത്തില്ലേ, അപ്പം അതായിരിക്കും നിങ്ങളുടെ ഒരു ഒറിജിനൽ സ്കോർ കാർഡായിട്ട്. അത് അപ്പം തന്നെ അവർ അയച്ചു. ഇഫ് യുവർ സ്കോർ ചേഞ്ചസ് ഇറ്റ് വിൽ റീപ്ലേസ് യുവർ പ്രീവിയസ് സ്കോർ ആൻഡ് യുവർ ഒറിജിനൽ സ്കോർ വിൽ ബി റീ ഇഷ്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ റീവാലുവേഷനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കാനുള്ള. പിന്നെ നമുക്കിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇന്നിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങൾ നാളെ തന്നെ വേറൊരു എക്സാമിന് ബുക്ക് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഇന്ന് എഴുതിയ എക്സാമിന് നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. സോ നിങ്ങൾ അടുത്ത എക്സാമിന് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ, അതായത് എക്സാം എഴുതി 14 ദിവസത്തിന് മുന്നേ തന്നെ നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ. അതുമല്ല, നമ്മൾ 2-3
റീവാലുവേഷൻ മീൻസ് 2-3 എക്സാം ഈ ഇടയ്ക്ക് തന്നെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചു, ഈ വീക്കിലി തന്നെ നിങ്ങൾ 2 എക്സാം എഴുതിയെന്ന് വിചാരിച്ചു. അപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് എഴുതിയ എക്സാമിന് മാത്രം, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന PT ടെസ്റ്റിന് മാത്രമേ റീവാലുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മൺഡേ ഒരു എക്സാം എഴുതി, ഫ്രൈഡേയും ഒരു എക്സാം എഴുതി. പക്ഷെ മൺഡേത്തെ എക്സാമിനാണ് സ്കോർ കൂടുതൽ, അതിനാണ് നിങ്ങൾക്ക് റീവാലുവേഷൻ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അത് റീവാലുവേഷന് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഫ്രൈഡേ എക്സാം എഴുതിയതിന് മാത്രമേ റീവാലുവേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് എഴുതിയതിന് മാത്രമേ നമുക്ക് റീവാലുവേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാം എഴുതി 14 ദിവസത്തിനുള്ളിൽ തന്നെ റീവാലുവേഷൻ കൊടുക്കണം. നിങ്ങൾ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും അത് ചെയ്യാൻ പറ്റത്തില്ല. അത് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് വേണം നിങ്ങൾ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേറെ എക്സാം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ഈ പേജിൽ കയറിയിട്ട് PT ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യും. ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് വേണം റീവാലുവേഷൻ ചെയ്യാനുള്ളത്. അപ്പം റീസെന്റ് കുറച്ച് കുട്ടികൾ ചെയ്യുന്നതിൻ്റെ അകത്ത് റീവാലുവേഷൻ കൊടുത്ത കുട്ടികൾക്ക് വ്യത്യാസം കാണുന്നുണ്ട്. ഞാൻ പൊതുവെ കുട്ടികൾ റീവാലുവേഷന് ഞാൻ പോകണ്ട, അത്രയും പൈസ കളയണ്ട എന്നായിരുന്നു പറയാറ്. പക്ഷെ ഇപ്പം ഒരു ചേഞ്ച് കണ്ടപ്പം ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത്, ക്ലബിംഗ് പോസിബിൾ ആണ്. നമ്മൾക്ക് OETക്കും ഒക്കെ ക്ലബിംഗ് ഉള്ളതുപോലെ PTക്ക് ക്ലബിംഗ് പറ്റുമോ എന്നുള്ള ഒരു സംശയം പല ആളുകൾക്കുണ്ട്. PTക്ക് ആക്ച്വലി ഇത്രയും കാലം നമുക്ക് PTക്ക് ക്ലബിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് എൻ്റെ ഒരു സ്റ്റുഡൻറ് നഴ്സിംഗ്, നഴ്സസ്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നഴ്സസിന്റെ രജിസ്ട്രേഷൻ, അതായത് അവരുടെ എഫ്ര രജിസ്ട്രേഷൻ, ഓസ്ട്രേലിയയിൽ അവരുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ. അപ്പം അവർക്ക് അവിടെ അവർ പറയുന്നുണ്ട് PTയുടെ ക്ലബ്ഡ് സ്കോർ ആണെങ്കിലും മതി എന്നുള്ളൊരു ഓപ്ഷൻ. എല്ലാവർക്കുമല്ല, ക്ലബിംഗ് ബാക്കിയല്ല സ്റ്റുഡൻറ്റിനോ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് മൈഗ്രേഷന് പോകുന്ന അവർക്ക് ആർക്കും ക്ലബിംഗ് ഇല്ല. പക്ഷെ റീസെന്റ് നഴ്സിംഗ് രജിസ്ട്രേഷൻ, അതായത് എഫ്ര, അവരാണ് PTയുടെ ക്ലബ്ഡ് സ്കോറും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സാം ബുക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ഓൺലൈൻ കോച്ചിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.